അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു വോയിസ് കേൾപ്പിച്ചു തരാം. ഹലോ ഹലോ നമസ്കാരം. അഭിദേവാണ്, ചിരഞ്ജീവിനാ. നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തമിഴ്നാട്ടിലെ ഈ തിരുപ്പുരൻ കുന്ത്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനവും ഉണ്ട്. അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട്. അപ്പോ ചെറുകയില് അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ആ വിഷയം അറിയാവോ? ഈ ക്ഷേത്രവും പള്ളിയും കൂടെ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവർ പ്രാദേശികമായിട്ട് പരിഹരിക്കുന്നത്. നമ്മുടെ പരിഹാരമാണല്ലോ വേണ്ടത്. നമ്മൾ 4-5 പേര് കൂടി ഇരുന്ന് ചാനലിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവ. നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും. അപ്പൊ എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത്. അങ്ങനല്ലേ വേണ്ടത്? നമ്മൾ 4 പേര് അവിടെ ഇരുന്നിട്ട് നമ്മൾ നിലവിളിക്കുന്നു. 4 മുസ്ലിം ഒരു സൈഡിൽ നിലവിളിക്കും, ജാഥ ടീച്ചർ ഒരു നിലവിളിക്കും, പിന്നെ അനിൽ നമ്പ്യാരും നിലവിളിക്കും. അപ്പൊ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം. അപ്പൊ പ്രശ്നം തീരുവ. വെറുതെ എന്തിനാ ഈ പറയുന്നത്? ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ. നമ്മൾ പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ അൻസാരി ബായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയല്ല, മാസാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ, സത്യമാണ് ഇങ്ങേര് പറയുന്നത്. ഇങ്ങേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100% അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങേരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പം അപ്പുറത്തിരിക്കുന്നത് ഒരു BJP കാരനോ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സംഘടനയുടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സംഘടനയുടെ നേതാവോ ആരോ ആയിക്കോട്ടെ, അയാളെയും ഇതേ ചാനലുകാർ പ്രകോപിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ അവർക്ക് അറിയാതെ അവരും അങ്ങോട്ട് എന്ത് ചെയ്യും, ദേഷ്യപ്പെട്ടിട്ട് വർഗീയത പറഞ്ഞു. അത് ക്ലിപ്പായിട്ട് വന്നിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ അലക്കും. അതിൻ്റെ താഴത്ത് വരുന്ന ഒരുപാട് മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും എല്ലാവരും കമൻ്റ് അടിക്കും, അവരുടെ മതത്തിനെ പൊക്കിയിട്ട് മറ്റുള്ള മതത്തിനെ അപമാനിച്ചുകൊണ്ട്. ഇതല്ല അതിൻ്റെ സത്യം. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ അൻസാരി ഉസ്താദ് നല്ല മറുപടി ചെകിട്ടത്ത് ഈ ജനൻ TVനെ പോലുള്ള TVകൾ മറുനാടിനെ പോലുള്ളത് ഇവറ്റകൾക്കൊക്കെ എന്താ പറയുക, ചെകിട്ട് തട്ടി കിട്ടുന്ന രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് വരാൻ കാരണം എന്താ പറയുക, 100% നിങ്ങളിതൊക്കെ ഷെയർ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എടുത്ത് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഈ പറയുന്ന ദർഗയും അതുപോലെ തന്നെ അവിടെയുള്ള ഈ ഹൈന്ദവ ക്ഷേത്രവും ഇതൊക്കെ ഒറിജിനലാണെന്ന് പോലും നടക്കില്ല. കാരണം ഈ ദർഗയിലൊന്നും ഇങ്ങനെ ഈ ബലിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഈ കള്ളപ്പന്നികൾ വെറുതെ പറഞ്ഞ് ഓരോന്നുണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് തർക്കം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു ചർച്ച ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ഇവരെ പ്രകോപിപ്പിക്കുക. ഓക്കെ, നമ്മളെല്ലാവരും കേരളത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈന്ദവരായാലും മുസ്ലിമരായാലും കച്ചവടത്തിലും മറ്റു കാര്യത്തിലൊക്കെ വളരെ ലിങ്കായിട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവറ്റകൾക്ക് ഈ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടി, TRP കയറ്റാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവർ മാക്സിമം ഇതുപോലുള്ള വിഷയങ്ങളെ എടുത്ത് അലക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ പോലും നമുക്കറിയില്ല. നമ്മളിവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി കമൻറ്റുകൾ ഇടുന്നു, അല്ലേ? സത്യതല്ലേ? ഇവരിങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 100% ഇത് കേൾക്കുന്ന ഏതൊരുത്തനായാലും നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ള മതങ്ങളോടുള്ള വെറുപ്പുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ഈ വെറുപ്പ് വന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ വിഷയങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവർ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനത്തെ ആദ്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഈ മറുനാടൻ ചാനലിലൊക്കെ 1 മണിക്കൂർ കൂടുമ്പോഴാണ് മുസ്ലിം വിരുദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തോ കുറച്ച് കേസൊക്കെ കിട്ടിയപ്പോൾ ഒതുങ്ങി. ഇപ്പം ഇല്ല. അങ്ങനെ കുറേ ടീമുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പരിധി വരെയൊക്കെ കുഴപ്പമില്ല. ഇപ്പം ഇവരുടെ സ്ഥിരം പരിപാടികളാണ്, മനസ്സിലായി, ഈ ചാനലുകളാണ് മൊത്തത്തിൽ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വർഗീയത ഇളക്കി വിട്ടത് ആളുകളുടെ ഇടയിലേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു നേതാവ് പോയി ഇരിക്കുകയാണെങ്കിലും ഇനി ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാവ് പോയി ഇരിക്കുകയാണെങ്കിലും ഇവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ഈ അവതാരകൻ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതോടുകൂടി അവർക്ക് പ്രകോപനമാകും, അവരറിയാതെ. അപ്പോൾ അവർ പറഞ്ഞു പോകുന്നത് ക്ലിപ്പായിട്ട് വന്നിട്ട് പല സ്ഥലത്തിലേക്കും കറങ്ങും. ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലാത്തിനും കറങ്ങും. അപ്പോൾ അതിൻ്റെ താഴത്തെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി കമൻ്റ് അടിക്കും. എങ്ങനെയുണ്ട്? ഇതാണ് ഈ കുറുക്കന്മാർ. അപ്പോൾ ഇങ്ങനത്തെ ചാനലുകളൊക്കെ 100% ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ പോകുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഈ വിഷയം ഞാൻ കൊണ്ടുവന്നുകൊണ്ട് എന്നെ ആരും പൊങ്കാലിടണ്ട. ഞാൻ ഉള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സമൂഹത്തിനൊരു ദോഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല. ഇപ്പം തന്നെ ഏകദേശമൊക്കെ മാഷാ അല്ലാഹ് ഈ ഒരു വലിയ വർഗീയതയൊന്നും ഇപ്പില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ണൂരുകാരില്ലേ സിതാണ്ടല്ലോ, ഓള് പറയും ഭർത്താവിനെ കൂടെ റീൽസ് ചെയ്തിട്ടിരിക്കുക.
പാവം സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. കാരണം വർഗീയത പറഞ്ഞാൽ ആൾക്കാർക്ക് അവൻ്റെ ഇതൊക്കെ സപ്പോർട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ? വർഗീയത പറഞ്ഞാൽ കാരണം കണ്ടൻറ്റ് അവരുടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ കണ്ടൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള അവർ റീൽസൊക്കെ ചെയ്യുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഇനി അവരിങ്ങനെ ലൈക്കും ഷെയറൊന്നും കിട്ടാതിരുന്ന അവർ ഓട്ടോമാറ്റിക്കായിട്ട് വിഷയങ്ങൾ കൊണ്ടുവരും. എന്തായാലും ഇതുപോലുള്ള വൃത്തികെട്ട ചാനലുകൾ കാരണമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വർഗീയത പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇതേപോലുള്ള ചാനലുകാരുടെ ചർച്ചകൾ കണ്ടിട്ട് 100% ആരും തമ്മിൽ അടി കൂടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക. ഇങ്ങനത്തെ ചർച്ചകൾ കൊണ്ടുവരുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഇതൊരു ബോധവൽക്കരണത്തിന് വേണ്ടി ചെയ്ത വീഡിയോ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം.